ഇളവന്നൂർ മാടത്തിലെ ഇണക്കുയിലേ മാറിൽ കളഭക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ട് വിയർപ്പുണ്ട്. ഇന്ന് നല്ലൊരു മൂടില. നമുക്കൊരാളെ കാണാൻ പോകണം. എവിടെ? പാട്ട് പാടുന്ന ആളാ അരീക്കോട്. അതായത് നമ്മൾ പാട്ടും പാടി ജയിക്കാൻ പറ്റുന്നില്ലേ, അതേമാതിരി പാട്ട് പാടി കുട്ടികളെ പഠിക്കുന്ന മാഷുണ്ട്. മൂപ്പരിപ്പോ വൈറലാ, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഹക്കീം മാഷ് അരീക്കോട്. അരീക്കോട് സ്കൂളിലാണ്. പോയി നോക്കിയാൽ നമുക്ക് അരീക്കോട് പോയി നോക്കാം. കേട്ടോ, ഇതാണ് ക്ലാസ്. പാട്ട് കേട്ടാൽ അറിയാം. അപ്പോൾ നമ്മൾ അന്വേഷിച്ചു വന്ന ആ വൈറൽ മാഷ് ഇതാണ്, ഹക്കീം മാഷ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിട്ടുള്ള ഹക്കീം മാഷ് നിങ്ങൾ അന്വേഷിച്ചാണ് വന്നത്. എങ്ങനെ വൈറലായി? വൈറലായത് നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ. നമ്മൾ പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ നേരത്തെ ആക്റ്റീവാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾക്ക് SRG ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തകൻ നമ്മുടെ സുൽഫി സാറ് ഇവിടെ നമുക്ക് കാണാം. സാറ് ഒന്ന് 10 മിനിറ്റ് കൊണ്ട് ഒരു വീഡിയോ എനിക്ക് എടുത്തു തന്നു. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മളെ ക്ലാസ് റൂം ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. പൊതുവേ ഈ കമൻറ്റിലൊക്കെ പറയാറുണ്ട് നമ്മളെ റീലിന് വേണ്ടി ചെയ്യുന്നതാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കുട്ടികൾ വലിയ സന്തോഷത്തിലാണ്. ഈ വർഷം എന്നല്ല 2024 പുതിയ ടെക്സ്റ്റ് ബുക്ക്, ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1964 ഒരു ആർട്ടിൻ്റെ ടെക്സ്റ്റ് ടീച്ചേഴ്സിന് വന്നു. 2012 ഒരു സഹായി വന്നു. 2018 ഒരു പഠന സഹായി സമഗ്രയിൽ അപ്ലോഡ് ചെയ്തു. എന്നാൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് കുട്ടികൾക്ക് കലാവിദ്യാഭ്യാസത്തിൻ്റെ പുസ്തകമല്ലായിരുന്നു. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പഴയകാല മ്യൂസിക് ടീച്ചേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഞാനത് പറയാനിരിക്കുകയായിരുന്നു. ഒരുപാട് കമന്റുകൾ അങ്ങനെ വരുന്നുണ്ട്, ഞങ്ങളൊന്നും പഠിച്ച കാലത്ത് ഇങ്ങനെ മാഷുമാരില്ലായിരുന്നു, പാട്ട് പഠിപ്പിച്ചില്ലായിരുന്നു എന്നൊക്കെ. അത് ശരിക്കും ഒരു സങ്കടമാണ്. കാരണം അന്ന് ടീച്ചേഴ്സിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അന്ന് അവിടെ അവരുടെ കയ്യിൽ ശരിക്കും ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ ഒന്നും അവരുടെ കയ്യിലില്ല. പക്ഷെ ഞാനിവിടെ ഒരാളെ പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ സബ്ജക്റ്റ് റിസർച്ച് ഓഫീസർ സതീഷ് സാർ വല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് കലാവിദ്യാഭ്യാസത്തിന് ഇറങ്ങാത്തതിൻ്റെ കാരണം എല്ലാ കുട്ടികൾക്കും സംഗീതം പഠിക്കാൻ കഴിയില്ല. അപ്പം അത്തരത്തിൽ കരിക്കുലം കമ്മിറ്റി ഇത് അംഗീകരിക്കാത്തൊരു സിറ്റുവേഷനായിരുന്നു. എന്നാൽ പുതിയ കുട്ടികൾക്കും പാട്ട് പാടാത്തവനും പാടുന്നവനൊക്കെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ശ്രുതി എന്താണ് എന്നുള്ളത് ശരിക്കും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അത് വലിയ സംഭവമൊന്നുമില്ല. 2 ശബ്ദം കേൾപ്പിച്ചിട്ട് ഇത് ശ്രുതിയാണ്, അത് അവർക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ വളരെ ലളിതമായിക്കൊണ്ട് കരിക്കുലം കമ്മിറ്റി അംഗീകരിക്കുന്ന തരത്തിൽ സതീഷ് സാർ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തുകൊണ്ട് 2024 കൂടി ചരിത്രം തിരുത്തിക്കൊണ്ട് ടെക്സ്റ്റ് ബുക്ക് കുട്ടികളിലേക്ക് വന്നു. അത് ആദ്യം 2024 ആദ്യം 5ാം ക്ലാസ് വന്നു, 7ാം ക്ലാസ് വന്നു, 9ാം ക്ലാസ് വന്നു. 25 കൂടി 6ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സിനും ഇപ്രാവശ്യം പ്രൊജക്റ്റ് വർക്കൊക്കെ ഉണ്ട്. സത്യത്തിൽ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പണ്ട് കാലത്തെ പോലെയല്ല.
കാരണം ഒക്കെ മാറിയല്ലോ. അപ്പോൾ അപ്ഡേഷൻ അവർക്ക് വന്നു, പുതിയ പാട്ടുകൾ പരിചയപ്പെടുത്തുന്നു, നല്ല സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടുത്തുന്നു, ഇങ്ങനെയാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. പിന്നെ ആർട്ടുമായി ബന്ധപ്പെട്ട ആർട്ടെന്ന് പറയുന്നത് 5 മേഖലകളാണ്. ഇതിൽ ചിത്രകല, സംഗീതം, അതുപോലെ നൃത്തകല, അഭിനയം, സിനിമ, ഈ മേഖലകളൊക്കെ കുട്ടികൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പാട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ പറയുകയാണ്. ഇത് നമ്മുടെ ഓരോ സംഗീതത്തിൻ്റെ ഓരോ പാഠങ്ങളിലും ഓരോ പാട്ടുപെട്ടിയുണ്ട്. ആ പാട്ടുപെട്ടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അതിൻ്റെ കൂടെ കുട്ടികൾക്ക് പരിചിതമായ പാട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് പാടും. ഞങ്ങൾക്ക് ഫെസിലിറ്റി ഉണ്ട്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഈ ഇതിൻ്റെ വരികൾ എഴുതി കൊടുത്തിട്ടാണ് പാടുന്നത് അല്ലേ? വരികൾ എഴുതി കുട്ടികൾ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ക്ലാസ് പീരീഡ്, എൻ്റെ പീരീഡ് കളഞ്ഞിട്ടല്ല ശരിക്കും ക്ലാസ്, എനിക്ക് ഏതെങ്കിലും ഒഴിവുള്ള പീരീഡ് ഞാൻ കുട്ടികളോട് പറയും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ട് ഇന്ന പാട്ടാണ്, അടുത്ത ആഴ്ച നിങ്ങൾ പഠിച്ചു വരണം എന്നവർക്ക് മുൻകൂട്ടി പറയും. ഓരോ ക്ലാസ്സിലും സംഗീതത്തിൻ്റെ പാഠഭാഗങ്ങളിലെ എല്ലാ ക്ലാസ്സും 10ാം ക്ലാസ് ഒഴികെ എല്ലാ ക്ലാസ്സിലും പാട്ടുപെട്ടിയുണ്ട്. കുട്ടികൾ പാട്ടുകൾ തിരിച്ചറിയുന്നുണ്ട്, താളങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവർ ഉള്ളുണ്ടാക്കുന്ന ഒരു സന്തോഷം അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അവർ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർക്ക് പല മടി പിടിച്ചു നിൽക്കുന്ന കുട്ടികൾ, പലതിലും ആക്റ്റീവ് അല്ലാത്ത കുട്ടികളൊക്കെ സജീവമായിട്ട് ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തന്നെയാണ്. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ കൂടെ അങ്ങ് ലയിച്ച് അങ്ങ് പാടുക. പറയേണ്ടത് എന്നെക്കാളും കുട്ടികളാണല്ലോ. ഇപ്പോൾ നിങ്ങൾ വരാനുള്ളൊരു കാരണം ചിലപ്പോൾ കുട്ടികളെ കണ്ടിട്ടായിരിക്കും. കുട്ടികൾ എങ്ങനെ ഒരുമിച്ച് ഇത്ര പാടുന്നു. അപ്പം അവർക്ക് ഞാൻ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ പാട്ടുപെട്ടി അവരെ കയ്യിലുണ്ട്, ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവർ അടുത്ത ദിവസം വരുമ്പോൾ ഇത് പഠിച്ചു വരുന്നു. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റോടെ ഞങ്ങളിത് പാടി ഉല്ലസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ബെഞ്ചും അതോടൊപ്പം തന്നെ ഈ ക്ലാസിന്റെ അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് ഇത് ഏതോ വലിയ പ്രൈവറ്റ് സ്വകാര്യ സ്കൂളുകളാണെന്ന് കേൾക്കാം. ശരിക്കും എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ സംസ്കാരം എന്ന് പറയുന്ന കുട്ടികളിപ്പോൾ കമന്റിൽ വരുന്നുണ്ട്. പിന്നെ ചെരുപ്പൊക്കെ പുറത്തയച്ച് കുട്ടികൾ നല്ല വൃത്തിയുള്ള ക്ലാസ്സാണ്. അത് ശരിക്കും എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ പ്രിൻസിപ്പളെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് വലിയൊരു പ്രൊജക്റ്റ്, ഇത് സാമ്പത്തികം ഇതൊരു എയ്ഡഡ് സ്ഥാപനമാണ്, ഞാൻ പൈസ മേടിച്ച് പോസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല. എന്നിട്ട് പോലും ഒരുപാട് ആളുകളുടെ സഹായം ഈ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹക്കീം മാഷ് പറഞ്ഞിരുന്നത് ഈ കുട്ടികൾക്ക് ഇത്രയും ഉള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നതിൽ താങ്കളാണ് അത് വലിയൊരു പങ്ക് വഹിച്ചത്. ഇതൊരു ടീം വർക്കാണ്. സ്കൂളിലെ 1955 സ്ഥാപിതമായതാണ് സ്കൂള്. 23,000-ലധികം പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് അലുമിനി അസോസിയേഷൻ രൂപീകരിച്ചു. സ്കൂളിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് വലിയ 11 കോടി രൂപയുടെ ഒരു വലിയൊരു കെട്ടിട സമുച്ചയം, എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ കെട്ടിട സമുച്ചയം അവരെ ഏറ്റെടുക്കുക ചെയ്തത്. കലാരംഗത്തും കായിക രംഗത്തും ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചൊരു സ്ഥാപനമാണിത്. ഇവിടുത്തെ അക്കാദമിക രംഗത്തും സംസ്ഥാനത്ത് തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രക്ഷിതാക്കളും കുട്ടികളെ ഇവിടെ ചേർക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മുഴുവൻ കുട്ടികളെയും ചേർക്കാൻ കഴിയാറില്ല. അതായത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സഹകരണത്തോടെയാണ് ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പൂർവ്വ വിദ്യാർത്ഥിക സഹകരണത്തോടെ ഉണ്ടാകുന്നത്. പൂർവ്വ വിദ്യാർത്ഥികൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ആധുനിക സൗകര്യമുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അവരോട് വലിയ കടപ്പാട് ഞങ്ങൾക്കുണ്ട്. മാഷിന്റെ പാട്ടിനൊപ്പം ഈ ക്ലാസ് മുറിയൊക്കെ വരണം. ആളുകളായി ചോദിക്കും. മാഷെ പാട്ട് കണ്ടിട്ട് എന്റെ കമന്റിൽ മുഴുവൻ വരുന്നത് ഇത്തരം സൗകര്യമുള്ള സ്കൂളോ എന്ന് ചോദിക്കണം. അപ്പൊ ഞങ്ങൾക്ക് വലിയ ഊർജമാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്തിന് മാതൃകയാകുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാഷെ ഇത് ഈ കുട്ടികളാരാ? ഇത് ഞാനിവിടെ സ്കൂളിൽ ജോയിൻ ചെയ്തതിനു ശേഷം എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ മേടിച്ചെന്ന കുട്ടികളാണ്. സംസ്ഥാന കലോത്സവങ്ങളിൽ ഹാട്രിക് വിജയം നേടിയ കുട്ടികളാണ്. 3 ഭാഷകളിൽ, അറബി, ഉറുദു, മലയാളം ഭാഷകളിൽ സംസ്ഥാനത്ത് പ്രൈസ് വന്ന കുട്ടികളാണ്. ഏകദേശം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഇവർ സംസ്ഥാനത്ത് വരുന്നുണ്ട്. ഇതാണ് മാഷിന്റെ യഥാർത്ഥ പാട്ടുകുട്ടികളല്ലേ? ഇതാണ് ശരിക്കും എൻ്റെ എന്താ പറയുക, എനിക്കൊരു കുറേ കമ്പോസിങ്ങുമായിട്ടും കുറേ പാട്ടുകളൊക്കെ ചെയ്യാൻ അതിനൊക്കെ എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ഒരു പാട്ട് പഠിച്ചവരൊന്നുമല്ല. 5ാം ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ ഞാൻ അറിയുന്നവരാണ്. 5ഉം 6ഉം 7ഉം അവർ ജില്ലയിലൊക്കെ പോകും. പക്ഷെ 8ലേക്ക് എത്തിയപ്പോഴേക്കും അവർ അത്യാവശ്യം പാടാൻ പറ്റുന്നൊരു സാഹചര്യമായി. ഓക്കെ, ഒരു കാര്യം ചെയ്യുന്നാൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പാട്ടുകുട്ടികൾക്കൊപ്പം ഒരു പാട്ട് ഞങ്ങൾക്ക് കൂടെ ഒന്ന് പാടിത്തരും. ഓക്കെ. ഒരു നോക്കാൽ ഞാൻ കണ്ടേ അതിനൊഴുകി മറയും അഴകിൽ വിവശനായി ഞാൻ, മുകിലായി ഞാൻ, കണ്ണനേ കരിമുകിലമ്പരനേ
മധുരാമൃത മുരളീധര മഴയുടെ അണയു നീ കണ്ണനേ കരിമുകിലം വരനേ മധുരാമൃത മുരളീധര നീരാംബുജനയനനേ. ഞാനോരാവോ ഇരുളു നീന്തി വന്നു ആരും കാണാതകലെ കാത്തു നിന്നു ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. അപ്പോൾ ഹക്കീം മാഷിന്റെ പാട്ട് ഇവിടെ അവസാനിക്കുന്നില്ല. മാഷും മാഷിന്റെ പിള്ളേരും പാട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞ്, മീഡിയ 1 മലപ്പുറം.